ദുബായ് ക്രീക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പിച്ചകുറുപ്പ്. الفتح والخير ريال السلفي والأولاد الصفحة والوالد الوالدنا نساء الجوهرة. ഈ അറബിക്ക് എന്ത് പിരാന്ത്? കഴിഞ്ഞ മാസമല്ല ഞാൻ ഇവിടുന്ന് 100 വരെ അയച്ചു കൊടുത്തു. ഈ മനുഷ്യരെയൊക്കെ ഇയാളെ നീ കുർബ വെച്ച് തരുന്നു. അൽഫത്തഹൽ ആളേക്ക് അയക്കാം. പക്ഷെ 10,000 തരക്കാൻ ശമ്പളം കൊടുക്കണം. ആട്ടെ അറബിക്ക് 10,000 രൂപയല്ലേ തന്നു. 5,000 രൂപയുടെ വേഗം കൊണ്ടു. അടുത്ത പ്ലെയിനിൽ തന്നെ അയച്ചു. സർ ബാക്കി 10,000 രൂപ. 2 rupees. നീ ആടാൻ വിട്ടുക്കാൻ. നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? മസ്കറ്റ്. മസ്കറ്റ്. നിനക്ക് എന്ത് ജോലി അറിയാം? മസ്കട്ടും ഹെയർ കട്ടും കൊള്ളാം. നിന്നെ അങ്ങോട്ട് തന്നെ അയച്ചേക്കാം. നാളെ തന്നെ പോയി പ്ലെയിനിൽ കയറി. സർ എങ്ങനെയാ കയറേണ്ടത്? ഏണി വെച്ച്. പിന്നെ അല്ലാതെ എവിടെന്നാ കയറേണ്ടത്? ബസ് സ്റ്റാൻഡിൽ. അല്ല പ്ലെയിൻ എടുക്കാതെ പോയി കയറി പോവാ. വേഗം ചെന്നില്ലേ പ്ലെയിൻ വിട്ടുപോ. ഞാൻ പറഞ്ഞു കച്ചല്ലേ. കുറുപ്പേ, വിമാനത്തിൽ കയറാൻ താൻ തന്ന ടിക്കറ്റ് പഴയതാ. ആര് പറഞ്ഞു? ഞാൻ ഇതുകൊണ്ട് വിമാനത്തിൽ കയറാൻ ചെന്നപ്പോ അവരെന്നെ പിടിച്ച് പുറത്താക്കി. താൻ ഏത് വിമാനത്തിനാ കയറാൻ ചെന്നേ? തിരുവനന്തപുരത്ത്. നിന്നോടാണ് തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞത്? എന്നോട് ദുബായിക്ക് പോകാനല്ലേ പറഞ്ഞത്? തന്റെ വളച്ചിലൊന്നും എന്നോട് വേണ്ട. താൻ കറക്ക് കമ്പനിയാ. എനിക്ക് ദുബായിലും പോണ്ട, എങ്ങും പോണ്ട. എന്നോട് വാങ്ങിച്ച കാശിന് തിരിച്ചു തന്നാ മതി. കാശോ? തനിക്ക് മലയാളം വായിക്കാൻ അറിയാം? അതങ്ങോട്ട് നോക്കി. ആരാ എങ്ങോട്ടാ? ഇങ്ങനെ മനസ്സിലായില്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഓർമ്മയുണ്ടോ? പൈസയോ? ഞാനോ? എന്റെ പൊന്ന് സാറേ, അച്ഛനാണ്, അയ്യപ്പസ്വാമിയാണ്. ഇതിന്റെ പേര് പറഞ്ഞ് ഞാനൊരു 10 നയാ പൈസ ആരോടും മേടിച്ചിട്ടില്ല. ഇത് സേവനം. മനസ്സിലായി? തന്നെ അവസ്ഥ എത്തിക്കുന്നു. എന്നെയോ? എന്തിന്? അതെ, പോലീസിനെ ചെന്നിട്ട് പറയാം. വേഷമൊക്കെ കൊള്ളാം. യഥാർത്ഥ പോലീസാണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? വല്ല നാടക കമ്പനിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നാണെങ്കിലോ? എന്റെ ഓഫീസിലെ ഏവാനന്മാർ ആദ്യമായിട്ട് വരികയല്ലേ. ഇങ്ങോട്ട് ഞാൻ കുടിക്കാനുണ്ടെങ്കിലും മേടിച്ചോണ്ട് വരാം. കയറോളെ.
ഇറങ്ങുമോളെ. വാ. ഇവിടെ ആരും ഇല്ലേ? എന്റെ കാറിൽ ഒഴിക്കാൻ കുറച്ച് വെള്ളം വേണം. ഞാൻ പോലും എടുത്തോളാം. അയ്യോ മോളെ വേണ്ട, വീഴും. ഞാൻ പോരുത്തരാം. അല്ല സാറെന്താ ഇവിടെ? കാറിന്റെ റേറ്റിൽ വെള്ളം തീർന്നു, കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതെന്റെ വീടാ, ഇതെന്റെ പെങ്ങളാ. സാറ് കയറി ഇരുന്നാട്ടെ. ഇല്ല ശിവരാമ, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. മോൾ സ്കൂളിലാക്കണം. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. സാർ എന്റെ വീട്ടിൽ ആദ്യം വരികയല്ലേ, ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം. വാ മോളെ. ബിന്ദുമോൾ എത്രയല്ല പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. മോളുടെ അമ്മയുടെ പേരെന്താ? എനിക്ക് അമ്മയില്ല, എന്റെ അമ്മ മരിച്ചുപോയി. ബിന്ദുമോളെ വാ പോവാം. ദേ വരുന്നു ഡാഡി. ഞാൻ പോട്ടെ ആന്റി. മോളെടുത്ത് വരട്ടെ ആന്റി. പോങ്ങളെ. വരട്ടെ ശിവരാമ. വണ്ടിയുടെ കുഴപ്പമൊക്കെ തീർന്നോ സാറേ? ഒത്തിരി ദൂരം പോകേണ്ടതല്ലേ? തീർന്നു. എന്ന് ഞാൻ വരട്ടെ. മോളെ ആനിക്ക് ടാറ്റ കൊടുക്ക്. മോളെ ഇനിയും വരണം കേട്ടോ. ടാറ്റ ആന്റി. ടാറ്റ. നല്ല മനുഷ്യനാ, പണക്കാരനാണെന്ന ഭാവമേ ഇല്ല. പാവം, ആ കുഞ്ഞിന്റെ അമ്മ മരിച്ചുപോയി. ഡാഡി, ഡാഡി, നമ്മൾ ഇന്നാള് പോയില്ലേ, ആ ആന്റിയുടെ അടുത്ത് പോകാം. മോൾ അവരെ മറന്നില്ലേ? അവൾ ഒരുപാട് ദൂരെയല്ലേ മോളെ? എന്നാ ഡാഡി ആന്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. ആ ആന്റി എനിക്ക് വലിയ ഇഷ്ടാ. ആ ആന്റി ഇവിടെ വന്നാ എന്നെ കുളിപ്പിക്കൂ, എനിക്ക് ചോറ് തരൂ. ഞാൻ ആന്റിയുടെ കൂടെ ഉറങ്ങും. മോളെ മോളെ മോളെ. ഡാഡി, ഡാഡി, ആന്റി ഇവിടെ. ആന്റി. ആന്റിയോ? ആ ആന്റി ഇവിടെ വന്ന് എന്നെ എടുത്ത് ഉമ്മ വെച്ചു. മോള് സ്വപ്നം കണ്ടതാണ്. കിടന്നുറങ്ങിക്കോളൂ. ഞാൻ ശിവരാമനെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. എന്താണ് സാർ? ശിവരാമ, എന്താണെങ്കിലും സാറിന് എന്നോട് പറയാമല്ലോ. എന്റെ ഭാര്യ മരിച്ചുപോയി. ഇപ്പോഴാണ് എന്റെ മോൾക്ക് ഒരമ്മ വേണമെന്ന് തോന്നി തുടങ്ങിയത്. ഞാനത് മനസ്സിലാക്കണ്ടേ? ഒരായക്ക് ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല. എന്റെ മോൾക്ക് ഒരു അമ്മ വേണമെങ്കിൽ വീണ്ടും ഞാൻ വിവാഹം ചെയ്യേണ്ടി വരും. അത് വേണ്ടതാണ് സാർ. ഈ ബംഗ്ലാവിലെ സാറും മോളും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്ര കാലം കഴിയും?
സാർ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പിന്നെ മോളെ മഠത്തിലയക്കേണ്ട കാര്യമില്ലായിരുന്നു. അമ്മയും മോളും സാറിന്റെ കൂടെ ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞാന്. കൊള്ളാവുന്ന എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേഗം കണ്ടുപിടിക്കണം സാർ. ശിവരാമ, വലിയൊരിടത്തു നിന്നൊരു പെണ്ണെ കിട്ടാൻ എനിക്ക് വിഷമമില്ല. പക്ഷെ എന്റെ മോള് ഒരമ്മയെ കണ്ടെത്തിയത് അങ്ങനെ ഒരിടത്തു നിന്നല്ല, പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നാണ്. അങ്ങനെയുള്ളടത്ത് പോയി ഒരു പെണ്ണ് ചോദിച്ചാൽ അവർക്കെന്ത് തോന്നും? അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ മറ്റോ ആണോ എന്ന് അവർ തെറ്റിദ്ധരിക്കില്ലേ? അയ്യോ, സാറിനെ കുറിച്ച് അങ്ങനെ ആർക്കും ഒന്നും തോന്നൂല. അവരൊക്കെ അതൊരു ഭാഗ്യമായിട്ടേ കരുതൂ. ശിവരാമന് എന്നെ കുറിച്ച് അങ്ങനെ വല്ലതും തോന്നുമോ? എനിക്കോ? ഞാൻ എപ്പോഴും സാറിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കൂ. എങ്കിൽ എന്റെ മോളുടെ അമ്മയായി എന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ശിവരാമന്റെ പെങ്ങളാണ്. എന്താ, ശിവരാമന് ഇഷ്ടമല്ലേ? സാവിത്രിയെ എനിക്ക് വിവാഹം കഴിച്ചെന്നൂടെ? എനിക്കൊന്ന് ആലോചിക്കണം സാർ. മതി, ആലോചിച്ച് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം ശിവരാമൻ സമ്മതിച്ചാൽ മതി.